നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ BS രാജേഷ്. പ്രധാന വാർത്തകളിലേക്ക്. ട്രംപ് ഭരണകൂടവും കാലിഫോർണിയയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി തുടരുന്നു. കൂടുതൽ നാഷണൽ ഗാർഡ്സിനെ ലോസ് ആഞ്ചലസിലേക്ക് ഇറക്കി ട്രംപ്. തിരിച്ചടിയായി പ്രദേശത്ത് കർഫ്യൂ പ്രഖ്യാപിച്ച് ലോസ് ആഞ്ചലസ് മേയർ കാരൻ ബാസ്. ഡൊണാൾഡ് ട്രംപ് നടത്തിയ ലോസ് ആഞ്ചലസിലെ കുടിയേറ്റ റെയ്ഡുകളും ഫെഡറൽ സൈനിക സേനയെ വിന്യസിച്ചതും കാരണം ജനാധിപത്യം ആക്രമണത്തിന് വിധേയമായെന്ന് പ്രഖ്യാപിച്ച് കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസം. വടക്കൻ അയർലൻഡിലെ കൗണ്ടി ആൻട്രിം പട്ടണത്തിൽ പൊട്ടിപ്പുറപ്പെട്ട വംശീയ പ്രക്ഷോഭത്തെ തുടർന്ന് 15 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്ക്. വിദേശ പൗരന്മാരുടെ നിരവധി വീടുകൾ ആക്രമിച്ചു. കൂട്ട വെടിവയ്പ് നടന്നതിന് സാക്ഷിയാകേണ്ടി വന്ന ഞെട്ടലിൽ ഓസ്ട്രിയ. ദുരന്തത്തിൽ ഓസ്ട്രിയയിൽ 3 ദിവസത്തെ ദുഃഖാചരണം. തെക്കൻ നഗരമായ ഗ്രാസിൽ 21കാരൻ കൊല ചെയ്തത് ഹൈസ്കൂളിലെ 9 വിദ്യാർത്ഥികളെയും ഒരു മുതിർന്ന അധ്യാപകരെയും. അക്രമിയും മരിച്ച നിലയിൽ. ഖത്തറിൽ നിന്നുള്ള വിനോദയാത്രാ സംഘം കെനിയയിൽ സഞ്ചരിച്ച ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ മരിച്ചവരിൽ 3 വനിതകളും 2 കുട്ടികളും ഉൾപ്പെടെ 5 മലയാളികൾ. മരിച്ചത് പാലക്കാട്, തൃശൂർ, തിരുവല്ല സ്വദേശികൾ. വടക്ക് പടിഞ്ഞാറൻ യൂറോപ്പിൽ ഇത് വരണ്ട വസന്തം. ആഗോളതലത്തിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും ചൂടേറിയ 2ാമത്തെ മെയ് മാസമാണ് കടന്നുപോയതെന്ന് മുന്നറിയിപ്പ് നൽകി കോപ്പർനിക്കസ് ക്ലൈമറ്റ് ചേഞ്ച് സർവീസ്. പൊള്ളുന്ന ചൂടിൽ പുറംജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ആശ്വാസം പകർന്ന് UAEയും സൗദിയും ബഹ്റിനും ഈ മാസം 15 മുതൽ ഉച്ചവിശ്രമം ആരംഭിക്കും. കോഴിക്കോട് മുങ്ങിയ എൽസാ-3 കപ്പലിന്റെ ഉടമയായ MSC കമ്പനി വിഴിഞ്ഞം തുറമുഖ നടത്തിപ്പുകാരായ അദാനി ഗ്രൂപ്പിന്റെ മുഖ്യ വ്യാപാര പങ്കാളി എന്ന് റിപ്പോർട്ട്. വാർത്തകൾ വിശദമായി. ട്രംപ് ഭരണകൂടവും കാലിഫോർണിയയും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമായി. കുടിയേറ്റ റെയ്ഡുകളും പ്രതിഷേധങ്ങൾക്ക് മറുപടിയായുള്ള ഫെഡറൽ സൈനിക വിന്യാസവും മൂലം ലോസ് ആഞ്ചലസ് നഗരത്തിൽ ചൊവ്വാഴ്ച രാത്രി ഡൗൺ ടൗണിൽ കർഫ്യൂ ആരംഭിച്ചു. ഇമിഗ്രേഷൻ കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിനെതിരെ പ്രകടനങ്ങൾ തുടരുന്ന ലോസ് ആഞ്ചലസ് നഗരത്തിലെ ഡൗൺ ടൗണിന്റെ 1 ചതുരശ്ര മൈൽ പ്രദേശത്ത് 10 മണിക്കൂർ കർഫ്യൂ പ്രഖ്യാപിച്ച് മേയർ കാരൻ ബാസ്. രാത്രി 8 മുതൽ രാവിലെ 6 മണി വരെയാണ് കർഫ്യൂ. അതേസമയം കഴിഞ്ഞ 2 ദിവസങ്ങൾക്കുള്ളിൽ 300-ലധികം പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തതായി LAPDയും അറിയിച്ചു. ലോസ് ആഞ്ചലസിലുടനീളമുള്ള റെയ്ഡുകളിൽ ICE ഓഫീസർമാരെ അനുഗമിക്കാൻ ട്രംപ് ഭരണകൂടം സൈന്യത്തെ ഉപയോഗിക്കുന്നതിന് തടയാൻ കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസം അടിയന്തര അഭ്യർത്ഥന നൽകിയതിനെ തുടർന്നാണ് നഗര ഭരണകൂടത്തിന്റെ കർഫ്യൂ പ്രഖ്യാപിച്ചുള്ള നടപടി. അമേരിക്കയിലെ 2ാമത്തെ വലിയ നഗരത്തിലുടനീളമുള്ള വസ്ത്രത്തൊഴിലാളികൾ, ദിവസവേതനക്കാർ, കാർ വാഷർമാർ, കുടിയേറ്റ സമൂഹങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള ICE റെയ്ഡുകൾക്കെതിരെ നടന്ന 4 ദിവസത്തെ പ്രതിഷേധത്തിന് ശേഷം 4000 നാഷണൽ ഗാർഡ് അംഗങ്ങളെയും 700 മറീനുകളെയും ലോസ് ആഞ്ചലസിലേക്ക് വിന്യസിക്കാനാണ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടത്. ട്രംപ് നടത്തിയ ലോസ് ആഞ്ചലസിലെ കുടിയേറ്റ റെയ്ഡുകളും സംസ്ഥാനത്തെ ഫെഡറൽ സൈനിക സേനയെ വിന്യസിച്ചതും കാരണം ജനാധിപത്യം ആക്രമണത്തിന് വിധേയമായെന്ന് പ്രഖ്യാപിച്ച് കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസം. ട്രംപിന്റെ കുടിയേറ്റ നടപടികൾ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്നതിനപ്പുറം പോയി പാത്രം കഴുകുന്നവർ, തോട്ടക്കാർ, ദിവസവേതനക്കാർ, തയ്യൽക്കാർ എന്നിവരെ വരെ കസ്റ്റഡിയിലെടുക്കുകയാണെന്നും ന്യൂസം ആരോപിച്ചു. കാലിഫോർണിയ ആയിരിക്കാം ആദ്യം, പക്ഷേ ട്രംപിന്റെ നടപടികൾ ഇവിടെ അവസാനിക്കുന്നില്ല എന്നും ന്യൂസം മറ്റ് സംസ്ഥാനങ്ങൾക്ക് അറിയിപ്പ് നൽകി. ഗവർണർ എന്ന നിലയിൽ തന്റെ പിന്തുണയില്ലാതെ കാലിഫോർണിയയിൽ നാഷണൽ ഗാർഡിനെ വിന്യസിക്കാനുള്ള ട്രംപിന്റെ തീരുമാനം മറ്റ് സംസ്ഥാനങ്ങൾക്കുള്ള ട്രംപിന്റെ മുന്നറിയിപ്പാണെന്നും ന്യൂസം പറഞ്ഞു. വടക്കൻ അയർലൻഡിലെ കൗണ്ടി ആൻട്രിം പട്ടണത്തിൽ പൊട്ടിപ്പുറപ്പെട്ട വംശീയ പ്രക്ഷോഭത്തെ തുടർന്ന് 15 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും നിരവധി വീടുകൾ ആക്രമിക്കപ്പെടുകയും ചെയ്തു. ഒരു കൗമാരക്കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചതായി ആരോപിക്കുന്ന കേസിൽ 14 വയസ്സുള്ള 2 ആൺകുട്ടികളെ പോലീസ് അറസ്റ്റ് ചെയ്തതിനു ശേഷമായിരുന്നു ഒരു വിഭാഗം ജനക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ അക്രമം അഴിച്ചുവിട്ടത്. തിങ്കളാഴ്ച ആൺകുട്ടികളെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അവരെ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തു. ചൊവ്വാഴ്ച കൗണ്ടി ആൻട്രിം പട്ടണത്തിലെ വിദേശ കുടുംബങ്ങളുടെ വീടുകൾ കത്തിക്കാൻ ശ്രമിച്ച ജനക്കൂട്ടത്തിലെ ചിലർ പോലീസ് നേരെ പെട്രോൾ ബോംബുകളും ഇഷ്ടികകളും എറിയുകയായിരുന്നു. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ചൊവ്വാഴ്ച വൈകുന്നേരം ക്ലോണവോൺ ടെറസ് പ്രദേശത്ത് കലാപ പോലീസിനെയും വിന്യസിച്ചു. കൂട്ട വെടിവയ്പ് നടന്നതിന് സാക്ഷിയാകേണ്ടി വന്ന ഞെട്ടലിലാണിപ്പോൾ ഓസ്ട്രിയ. ദുരന്തത്തിൽ ഓസ്ട്രിയയിൽ 3 ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. തെക്കൻ നഗരമായ ഗ്രാസിൽ 21 വയസ്സുള്ള ഒരാൾ തൻ്റെ പഴയ ഹൈസ്കൂളിലെ 9 വിദ്യാർത്ഥികളെയും മുതിർന്ന അധ്യാപകനെയും വെടിവെച്ച് കൊല്ലുകയും തുടർന്ന് സ്വയം വെടിയുതിർക്കുകയുമായിരുന്നു. നിരവധി പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അക്രമി 21 വയസ്സുള്ള ഓസ്ട്രിയൻ പൗരനാണെന്നും സ്കൂളിലെ മുൻ വിദ്യാർത്ഥിയാണെന്നും പോലീസ് വ്യക്തമാക്കി. ഇയാളുടെ മൃതദേഹം പിന്നീട് പോലീസ് ഓപ്പറേഷന് ശേഷം ബാത്റൂമിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ 11 പേർ പ്രാദേശിക ആശുപത്രികളിൽ ചികിത്സയിലാണ്. പ്രാദേശിക സമയം രാവിലെ 10 മണിക്ക് 2 ക്ലാസ് മുറികളിലായിട്ടാണ് അക്രമി വെടിയുതിർത്തത്. പ്രത്യേക സേനാ യൂണിറ്റും നിരവധി ഹെലികോപ്റ്ററുകളും ഉൾപ്പെട്ട ഒരു വലിയ സുരക്ഷാ ഓപ്പറേഷനാണ് പോലീസ് നടത്തിയത്. യുദ്ധാനന്തരം ഓസ്ട്രിയയിലുണ്ടായ ഏറ്റവും മാരകമായ കൂട്ട വെടിവയ്പ്പിലെ ഇരകൾക്ക് 1 മിനിറ്റ് മൗനം ആചരിച്ചുകൊണ്ട് ചാൻസലർ ക്രിസ്ത്യൻ സ്റ്റോക്കർ ദുഃഖാചരണവും നടത്തി. ഖത്തറിൽ നിന്നുള്ള വിനോദയാത്രാ സംഘം കെനിയയിൽ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ 3 വനിതകളും 2 കുട്ടികളും ഉൾപ്പെടെ 5 മലയാളികൾ മരിച്ചു. പാലക്കാട് കോങ്ങാട് മണ്ണൂർ പുത്തൻപുര രാധാകൃഷ്ണന്റെ മകൾ റിയ ആൻ, മകൾ 8 വയസ്സുകാരി ടൈറ,
തൃശൂർ സ്വദേശികളായ ജസ്ന കുറ്റിക്കാട്ടുചാലിൽ, മകൾ 1.5 മാസം പ്രായമുള്ള റൂഹി മെഹ്റിൻ, തിരുവല്ല സ്വദേശിനിയായ ഗീത ഷോജി ഐസക് എന്നിവരാണ് മരിച്ചത്. തിങ്കളാഴ്ച വൈകുന്നേരമുണ്ടായ അപകടത്തിൽ 77 പേർക്ക് പരിക്കുണ്ട്. 3 പേരുടെ നില ഗുരുതരമാണ്. മരിച്ച റിയയുടെ ഭർത്താവ് ജോയൽ ഗുരുതര പരിക്കുകളോടെ കെനിയയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരുടെ മകൻ ട്രാവിസും പരിക്കുകളോടെ ആശുപത്രിയിലാണ്. ജസ്നയുടെ ഭർത്താവ് തൃശൂർ വെങ്കിടങ്ക് സ്വദേശി മുഹമ്മദ് ഹനീഫയ്ക്കും അപകടത്തിൽ പരിക്കേറ്റു. അപകട വിവരം അറിഞ്ഞ ഉടനെ മുഖ്യമന്ത്രി ഓഫീസുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ കൈമാറിയതായും നോർക്ക തുടർ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാക്കിയതായും കോങ്ങാട് MLA അഡ്വക്കേറ്റ് ശാന്തകുമാരി പറഞ്ഞു. ജൂൺ 6 ബലിപ്പെരുന്നാൾ ദിനത്തിൽ ഖത്തറിൽ നിന്നും കെനിയയിലേക്ക് പോയ 28 പേരടങ്ങിയ വിനോദയാത്രാ സംഘമാണ് മധ്യ കെനിയയിലെ ന്യാണ്ടർവ കൗണ്ടിയിൽ അപകടത്തിൽപ്പെട്ടത്. അപകട സ്ഥലത്ത് വെച്ച് തന്നെ എല്ലാവരുടെയും മരണം സംഭവിച്ചതായി ന്യാണ്ടൂരു കൗണ്ടി പോലീസ് മേധാവി അറിയിച്ചു. നെയ്റോബിയിൽ നിന്നും 200ഓളം കിലോമീറ്റർ ദൂരെയാണ് അപകടം നടന്നത്. കർണാടക, ഗോവ, കേരളം എന്നിങ്ങനെ വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരായിരുന്നു ബസ്സിലെ യാത്രക്കാർ. ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടവർക്ക് സഹായങ്ങളുമായി കെനിയയിലെ കേരള അസോസിയേഷൻ പ്രവർത്തകർ രംഗത്തുണ്ട്. രാവിലെ ഖത്തറിൽ നിന്നും ട്രാവൽ ഏജൻസി പ്രതിനിധികളും സ്ഥലത്തെത്തി. വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബസ് കനത്ത മഴയിൽ ന്യാണ്ടർവ കൗണ്ടിയിലെ ഗിച്ചാഗയിൽ ഒൽജോറോ നഗരു ഹൈവേയിൽ വെച്ച് നിയന്ത്രണം വിട്ടതിനെ തുടർന്നായിരുന്നു അപകടം. കനത്ത മഴയിൽ നിയന്ത്രണം വിട്ട ബസ് തെന്നി നീങ്ങി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ചലച്ചിത്ര താരം മമ്മൂട്ടിയുടെ ഭാര്യ സുൽഫത്തിന്റെ പിതാവ് മട്ടാഞ്ചേരി സ്റ്റാർ ജംഗ്ഷൻ പയാട്ടുപറമ്പ് വീട്ടിൽ PS അബു നിര്യാതനായി 90 വയസ്സായിരുന്നു. ഖബറടക്കം ബുധനാഴ്ച രാത്രി കൊച്ചങ്ങാടി ചെമ്പട്ടപ്പള്ളി ഖബർസ്ഥാനിൽ നടക്കും. പരേതയായ നബീസയാണ് ഭാര്യ. അസീസ്, സുൽഫത്ത്, റസിയ, സൗജത്ത് എന്നിവർ മക്കളാണ്. മമ്മൂട്ടി, സലിം, സൈനുദ്ദീൻ, ജമീസ്, അസീബ എന്നിവർ മരുമക്കളും. വടക്ക് പടിഞ്ഞാറൻ യൂറോപ്പിൽ അസാധാരണമായ വരണ്ട വസന്തവും ആഗോളതലത്തിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും ചൂടേറിയ മെയ് മാസവുമാണ് ഇപ്പോൾ കടന്നുപോയതെന്ന് മുന്നറിയിപ്പ് നൽകി കോപ്പർനിക്കസ് ക്ലൈമറ്റ് ചേഞ്ച് സർവീസ്. UK ഉൾപ്പെടെയുള്ള യൂറോപ്പിലുടനീളമുള്ള രാജ്യങ്ങൾ സമീപ മാസങ്ങളിൽ വരൾച്ചയുടെ പിടിയിലാകുമെന്നും മുന്നറിയിപ്പുണ്ട്. വേനൽക്കാലത്ത് കാര്യമായ മഴ ലഭിച്ചില്ലെങ്കിൽ ജലക്ഷാമം ഉണ്ടാകുമെന്ന് യൂറോപ്പ് ആകെ ഭീതിയിലാണ്. വിവിധ ഭാഗങ്ങളിൽ കർഷകർ വിളനാശം റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കോപ്പർനിക്കസ് ഡാറ്റ പ്രകാരം 2025 മെയ്യിൽ ആഗോളതലത്തിൽ ഏറ്റവും ചൂടേറിയ മാസമായി എന്നാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വരണ്ട കാലാവസ്ഥയാണ് ഇപ്പോൾ. മെയ് മാസത്തിൽ വടക്കൻ മധ്യ യൂറോപ്പിൻ്റെ ഭൂരിഭാഗവും റഷ്യ, ഉക്രൈൻ, തുർക്കി എന്നിവയുടെ തെക്കൻ പ്രദേശങ്ങളും ശരാശരിയേക്കാൾ വരണ്ടതായിരുന്നു. വടക്ക് പടിഞ്ഞാറൻ യൂറോപ്പിൻ്റെ ചില ഭാഗങ്ങളിൽ കുറഞ്ഞത് 1979 ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ മഴയാണ് ലഭിച്ചത്. മെയ് മാസത്തിൽ വടക്കൻ അമേരിക്കയുടെ ഭൂരിഭാഗവും മധ്യേഷ്യയിലുടനീളവും തെക്കൻ ഓസ്ട്രേലിയയിലും തെക്കൻ ആഫ്രിക്കയുടെയും തെക്കൻ അമേരിക്കയുടെയും ഭൂരിഭാഗവും ശരാശരിയേക്കാൾ വരണ്ടതായിരുന്നു എന്ന് കോപ്പർനിക്കസ് ചൂണ്ടിക്കാട്ടുന്നു. ഇനി ആനന്ദ് ട്രാവൽ UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 115.16 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 85.44 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 97.52 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.35 US ഡോളർ. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വീണ്ടും വാർത്തകളിലേക്ക്. ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പൊള്ളുന്ന ചൂടിൽ പുറംജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ആശ്വാസം പകർന്നുകൊണ്ട് UAE, സൗദി, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിൽ ഈ മാസം 15 മുതൽ ഉച്ചവിശ്രമം ആരംഭിക്കും. കൊടുംചൂട് അനുഭവപ്പെടുന്ന ഉച്ചയ്ക്കാണ് ജീവനക്കാർക്ക് ഇടവേള നൽകുക. കുവൈത്ത്, ഒമാൻ, ഖത്തർ എന്നീ രാജ്യങ്ങളിൽ ജൂൺ മുതൽ മധ്യാഹ്ന ഇടവേള ആരംഭിച്ചിരുന്നു. UAEയിൽ സെപ്റ്റംബർ 15 വരെ ഉച്ചയ്ക്ക് 12:30 മുതൽ 3 മണി വരെ 2.5 മണിക്കൂറാണ് ഇടവേള. തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം വിശ്രമം നിർബന്ധമായി നൽകണമെന്ന് ഉത്തരവുണ്ട്. വിദൂര സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലി സ്ഥലത്ത് വെച്ച് തന്നെ വിശ്രമിക്കാൻ ശീതീകരിച്ച പ്രത്യേക സൗകര്യമൊരുക്കണമെന്നും മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം നിർദ്ദേശിച്ചു. ബലിപ്പെരുന്നാൾ അവധി ദിവസങ്ങളിൽ ദുബായിലെ പൊതുഗതാഗതം ഉപയോഗപ്പെടുത്തിയത് 75.8 ലക്ഷം യാത്രക്കാർ. ദുബായ് മെട്രോ, ട്രാം, ബസ്, ടാക്സി, അബ്ര എന്നിവിടങ്ങളിലാണ് ഇത്രയും പേർ യാത്ര ചെയ്തതെന്ന് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. ദുബായിൽ പൊതുഗതാഗതം ഉപയോഗിക്കുന്നവരുടെ എണ്ണമേറുന്നതായാണ് ഈ മാസം 5 മുതൽ 8 വരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനി ആനന്ദ് ട്രാവൽ GCC ഇന്ത്യ നാണയവിനിമയ നിരക്ക്. സൗദി റിയാൽ 22.78 ഇന്ത്യൻ രൂപ, UAE ദിർഹം 23.26 ഇന്ത്യൻ രൂപ, കുവൈറ്റി ദിനാർ 278.77 ഇന്ത്യൻ രൂപ. ഇനി നാഷണൽ ന്യൂസ്. കർണാടകയിൽ ജാതി സെൻസസ് വീണ്ടും നടത്താൻ കോൺഗ്രസ് ഹൈക്കമാൻഡും സംസ്ഥാന നേതൃത്വവും തമ്മിൽ നടന്ന ഉന്നതതല യോഗത്തിൽ ധാരണയായി. 10 വർഷം മുമ്പ് നടന്ന സെൻസസിലെ വിവരങ്ങൾ കാലഹരണപ്പെട്ടതാണെന്നും അതിനാൽ അത് പുതുക്കണമെന്നുമായിരുന്നു ആവശ്യം. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ എന്നിവർ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി നടത്തിയ ചർച്ചയിലാണ് കണക്കെടുപ്പ് വീണ്ടും നടത്താൻ തീരുമാനമായത്. അതേസമയം സെൻസസ് പൂർണ്ണതോതിൽ വീണ്ടും നടത്തില്ലെന്നും കണക്കുകൾ അപ്ഡേറ്റ് ചെയ്യുക മാത്രമാകും ഉണ്ടാകുകയെന്നും സൂചനയുണ്ട്. ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കറെ തിരഞ്ഞെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷനും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്ത് നൽകി. പദവി ഒഴിച്ചിട്ടിരിക്കുന്നത് ഭരണഘടനാ വ്യവസ്ഥകളുടെ ലംഘനമാണെന്ന് ഖാർഗെ ചൂണ്ടിക്കാട്ടി. ലോക്സഭയിൽ സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് ഭരണഘടനയുടെ 93-ാം വകുപ്പ് പറയുന്നത്.
പുതിയ ലോക്സഭ രൂപീകരിക്കുമ്പോൾ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സമ്മേളനത്തിൽ ഡെപ്യൂട്ടി സ്പീക്കറെ നിയമിക്കുന്നതാണ് പതിവ്. മുഖ്യ പ്രതിപക്ഷ പാർട്ടിയിൽ നിന്നും ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുക്കുന്നതാണ് കീഴ്വഴക്കം. അതിന് വിപരീതമായാണ് ഇപ്പോൾ പദവി ഒഴിച്ചിട്ടിരിക്കുന്നതെന്നും ഖാർഗെയുടെ കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കോഴിക്കോട് മുങ്ങിയ എൽസ3 കപ്പലിൻ്റെ ഉടമയായ MSC കമ്പനി വിഴിഞ്ഞം തുറമുഖ നടത്തിപ്പുകാരായ അദാനി ഗ്രൂപ്പിൻ്റെ സുപ്രധാന വ്യാപാര പങ്കാളി എന്ന് റിപ്പോർട്ട്. അദാനിക്ക് നടത്തിപ്പ് ചുമതലയുള്ള ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്തിലും ചെന്നൈയിലെ എന്നൂർ തുറമുഖത്തിലും ജനീവ ആസ്ഥാനമായ MSCക്ക് ഓഹരി പങ്കാളിത്തമുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടപ്പെട്ട കമ്പനിയായതിനാൽ MSCക്ക് പ്രവർത്തിക്കാൻ കേരളത്തിലെ സഹകരണം ആവശ്യമാണെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് കമ്പനിക്കെതിരെ തൽക്കാലം ക്രിമിനൽ കേസ് വേണ്ട എന്ന് കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥരുടെ ചർച്ചയിൽ തീരുമാനമായത് എന്നും റിപ്പോർട്ടുണ്ട്. ജനസംഖ്യയിൽ ഏറ്റവും മുമ്പിലാണെങ്കിലും ഇന്ത്യയിൽ പ്രത്യുൽപാദന നിരക്ക് ആശങ്കയുണ്ടാക്കും വിധം കുറയുന്നതായി UN ജനസംഖ്യാ നിധിയുടെ വിലയിരുത്തൽ. ഒരു തലമുറ കടന്നു പോകുമ്പോൾ തുല്യ എണ്ണം പകരം വരുന്നതാണ് ഭദ്രമായ ജനസംഖ്യാ നില. അതിനാവശ്യമുള്ള പ്രത്യുൽപാദന നിരക്ക് 2.1 എന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ ഇപ്പോഴിത് 1.9 ആണെന്നാണ് UNFPAയുടെ ജനസംഖ്യാ സ്ഥിതി റിപ്പോർട്ടിൽ പറയുന്നത്. ആരംഭായ് തൊഗോൾ കമാൻഡർ കാനൻ സിംഗിനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് സംഘർഷമുണ്ടായ മണിപ്പൂരിലെ ഇംഫാൽ താഴ്വരയിൽ കർഫ്യൂവിന് ഇളവ് നൽകി. രാവിലെ 5 മുതൽ വൈകിട്ട് 5 വരെയാണ് ഇളവ്. ഇന്റർനെറ്റ് നിരോധനം തുടരും. 10 ദിവസത്തെ ഹർത്താലിൽ നിന്നും ആരംഭായ് തൊഗോൾ ഉൾപ്പെടെയുള്ള മെയ്തേയ് സംഘടനകൾ പിന്മാറിയിട്ടുണ്ട്. കാനൻ സിംഗിന്റെ മോചനം ആവശ്യപ്പെട്ട് സമരം തുടരുമെന്ന് പക്ഷേ സംഘടന അറിയിച്ചു. തിങ്കളാഴ്ച രാത്രി കർഫ്യൂ ലംഘിച്ച് പുറത്തിറങ്ങിയ ജനക്കൂട്ടം സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടിയിരുന്നു. ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യമായ സൈപ്രസിൽ സന്ദർശനം നടത്താനിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാനഡയിൽ G7 ഉച്ചകോടിക്കെത്തുന്ന മോദി സൈപ്രസിൽ എത്തുന്നത് വളരെ നിർണായകമാണ്. ഇന്ത്യയെ വെസ്റ്റ് ഏഷ്യയുമായി ബന്ധിപ്പിക്കുന്ന ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോർ ഉടൻ യാഥാർത്ഥ്യമാകും. സൈപ്രസിലൂടെയാണ് കോറിഡോർ കടന്നുപോകുക. കോറിഡോറിൻ്റെ ഭാവി കാര്യങ്ങളും പ്രധാനമന്ത്രി ചർച്ച ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൈപ്രസ് മിഷന് എന്താണ് ഇപ്പോൾ ഇത്ര പ്രാധാന്യം? അതെ, ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യമായ സൈപ്രസിൽ സന്ദർശനം നടത്താനിരിക്കുകയാണ്. കാനഡയിൽ G7 ഉച്ചകോടിക്ക് പോകുന്നതിനിടെ അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ സൈപ്രസിൽ മോദി ഒന്ന് ഇറങ്ങും. വളരെ നിർണായകമാകും നരേന്ദ്രമോദിയുടെ സൈപ്രസ് സന്ദർശനം. 2 രാജ്യങ്ങളുടെ ചങ്കിടിപ്പിക്കുന്നത് കൂടിയാണ് ഈ മോദിയുടെ ആ വരവ്. അതാണ് ഈ മിഷൻ സൈപ്രസ്. അതെ, മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുകയാണ് സൈപ്രസിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏത് രാജ്യങ്ങൾക്കാണ് മിഷൻ സൈപ്രസിൽ ചങ്കിടിക്കുന്നത്? സ്വാഭാവികമായും പാകിസ്ഥാനാണോ? അതിനേക്കാളേറെ ആശങ്കയോടെ ഈ മിഷനെ നോക്കിക്കാണുന്നത് സൈപ്രസിൻ്റെ ഒരു അയൽ രാജ്യമാണ്. 1947 മുതൽ പാകിസ്ഥാന് ഇന്ത്യ എന്നപോലെ 74 മുതൽ സൈപ്രസിന് ശത്രുരാജ്യമാണ് അയൽ രാജ്യമായ മറ്റാരുമല്ല തുർക്കി. അതെ, തുർക്കിയുമായുള്ള നയതന്ത്ര ബന്ധം ഇന്ത്യ വിച്ഛേദിക്കുകയും എന്നാൽ വ്യാപാര ബന്ധം തൽക്കാലത്തേക്ക് തുടരാൻ തീരുമാനിക്കുകയും ചെയ്തതിന് പിന്നാലെ മോദി സൈപ്രസിലേക്ക് എത്തുന്നത് തുർക്കിക്ക് കനത്ത അടി തന്നെയാണ്. ശത്രുവിൻ്റെ ശത്രു മിത്രമെന്ന് കരുതുന്നത് പോലെ തന്നെയാണ് ഈ ഒരു നീക്കം. ഇന്ത്യയും അത് അങ്ങനെ തന്നെ കരുതിയിട്ടുണ്ട്. തുർക്കിയുടെ പാഡ് ഡ്രോണുകൾ ഇന്ത്യയിലേക്ക് അയച്ചുകൊണ്ടുള്ള പാകിസ്ഥാൻ്റെ ആ പ്രവൃത്തിക്ക് പിന്നിലും തുർക്കിയുടെ ബുദ്ധി തന്നെയെന്ന് ന്യൂഡൽഹിക്ക് മനസ്സിലായതോടെയാണ് ലോക ഭൂപടത്തിൽ നിന്നും തുർക്കി ഒറ്റപ്പെട്ടു തുടങ്ങിയത്. തുർക്കിയിലേക്കുള്ള വിനോദസഞ്ചാര യാത്രകൾ മുതൽ എയർ ഇന്ത്യ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണി വരെ ഇന്ത്യ ഉപേക്ഷിച്ചു. എന്താണ് മോദിയുടെ സൈപ്രസ് മിഷൻ? അതും ഇപ്പോൾ തുർക്കിക്ക് അതിൻ്റെ തന്ത്രശാലിയായ പ്രസിഡന്റ് റെസപ്പ് തയ്യിപ്പ് എർദോഗന് ഒരു അടി കൊടുക്കുക. അതുതന്നെ അത് തയ്യിപ്പ് എർദോഗന് അതിനേക്കാൾ തന്ത്രശാലിയായ നരേന്ദ്രമോദി കൊടുത്തോളൂ. ഇനി കേരള വാർത്തകളിലേക്ക്. താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് കൊല്ലപ്പെട്ട കേസിൽ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. കേസിൽ അറസ്റ്റിലെ ജുവനൈൽ ഹോമിൽ കഴിയുന്ന 6 വിദ്യാർത്ഥികൾക്കാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ജാമ്യം അനുവദിച്ചത്. വിദ്യാർത്ഥികളും മാതാപിതാക്കളും അന്വേഷണവുമായി സഹകരിക്കുമെന്നതടക്കമുള്ള ജാമ്യ വ്യവസ്ഥകളും ചുമത്തിയിട്ടുണ്ട്. മാർച്ച് ആദ്യം അറസ്റ്റിലായ കുറ്റാരോപിതരിൽ ചിലർ 90 ദിവസത്തിലധികം, ചിലർ 100 ദിവസത്തിലധികവുമായി ജുവനൈൽ ഹോമിൽ കഴിയുന്നെന്ന് കോടതി നിരീക്ഷിച്ചു. കുറ്റാരോപിതർക്ക് ജാമ്യം അനുവദിക്കാതിരിക്കുന്നത് ബാലനീതി നിയമത്തിന്റെ ഉദ്ദേശശുദ്ധിക്ക് തന്നെ എതിരാണെന്നും കോടതി വ്യക്തമാക്കി. ഉപതെരഞ്ഞെടുപ്പിന് 8 ദിവസം ശേഷിക്കെ നിലമ്പൂർ പ്രചരണ ചൂടിൽ. കോൺഗ്രസിനും CPM-നും വിജയം നിർണായകമായ തെരഞ്ഞെടുപ്പിൽ സർവ്വ പ്രചാരണ ആയുധങ്ങളും പുറത്തെടുത്താണ് മുന്നണികളുടെ മുന്നേറ്റം. കഴിഞ്ഞ ദിവസം 11 മന്ത്രിമാരാണ് പ്രചരണത്തിനെത്തിയത്. കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളെല്ലാം മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. PDP വെൽഫെയർ പാർട്ടികളുടെ പിന്തുണ സംബന്ധിച്ചാണ് അവസാന ഘട്ടത്തിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ കുരുത്തുകയറിയത്. വന്യജീവി ആക്രമണവും തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയമാണ്. ഇടത് പാളയം വിട്ട് അൻവർ നേടുന്ന വോട്ടുകൾ നിർണായകമാകുമെന്നതിനാൽ അതിനെ മറികടക്കാനുള്ള തന്ത്രങ്ങളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. കാലവർഷം വീണ്ടും സജീവമാകുന്നതോടെ സംസ്ഥാനത്ത് മഴ ശക്തമാകും. വരുന്ന 7 ദിവസം കേരളത്തിലുടനീളം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും 14, 16 തീയതികളിൽ ഒറ്റപ്പെട്ട അതിതീവ്ര മഴ പെയ്യാനിടയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ മുതൽ കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകും.
വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ ചേർന്നുള്ള ഒഡീഷയുടെ വടക്കൻ തീരം, ബംഗാൾ എന്നിവയുടെ മുകളിലെ ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നു. ഇത് മഴ ശക്തമാക്കാനുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി സ്പോർട്സ്. മലയാളി താരം സഞ്ജു സാംസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രാജസ്ഥാൻ റോയൽസ് വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് കൂടുമാറുന്നതായി അഭ്യൂഹങ്ങൾ. സഞ്ജു ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ഒരു പോസ്റ്റുമായി ബന്ധപ്പെടുത്തിയാണ് താരം ചെന്നൈയിലേക്കാണെന്ന വ്യാഖ്യാനം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ഈ സീസണോടെ കളി നിർത്താൻ സാധ്യതയുള്ള മഹേന്ദ്ര സിംഗ് ധോണിയുടെ പിൻഗാമിയായി സഞ്ജു ചെന്നൈയിലേക്ക് എത്തുമെന്നാണ് പ്രചരണം. ഭാര്യ ചാരുലത സാംസണുമായുള്ള ചിത്രം പങ്കുവച്ച് സഞ്ജു നൽകിയ 2 വാക്കുകളാണ് എല്ലാ പ്രചരണങ്ങൾക്കും പിന്നിൽ. ഇരുവരും ഒന്നിച്ച് റോഡ് മുറിച്ചു കിടക്കുന്നത് പോലുള്ള ചിത്രമാണ്. ചിത്രത്തിനൊപ്പം ടൈം ടു മൂവ് എന്ന് കുറിച്ചതോടെയാണ് താരം ചെന്നൈയിലേക്ക് വരുന്നെന്ന പ്രചരണം ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ട്രംപ് ഭരണകൂടവും കാലിഫോർണിയയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി തുടരുന്നു. കൂടുതൽ നാഷണൽ ഗാർഡ്സിനെ ലോസ് ആഞ്ചലസിലേക്ക് ഇറക്കി ട്രംപ്. തിരിച്ചടിയായി പ്രദേശത്ത് കർഫ്യൂ പ്രഖ്യാപിച്ച് ലോസ് ആഞ്ചലസ് മേയർ കാരൻ ബാസ്. ഡൊണാൾഡ് ട്രംപ് നടത്തിയ ലോസ് ആഞ്ചലസിലെ കുടിയേറ്റ റെയ്ഡുകളും ഫെഡറൽ സൈനിക സേനയെ വിന്യസിച്ചതും കാരണം ജനാധിപത്യം ആക്രമണത്തിന് വിധേയമായെന്ന് പ്രഖ്യാപിച്ച് കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസം. വടക്കൻ അയർലൻഡിലെ കൗണ്ടി ആൻട്രിം പട്ടണത്തിൽ പൊട്ടിപ്പുറപ്പെട്ട വംശീയ പ്രക്ഷോഭത്തെ തുടർന്ന് 15 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്ക്. വിദേശ പൗരന്മാരുടെ നിരവധി വീടുകൾ ആക്രമിച്ചു. കൂട്ട വെടിവയ്പ് നടന്നതിന് സാക്ഷിയാകേണ്ടി വന്ന ഞെട്ടലിൽ ഓസ്ട്രിയ. ദുരന്തത്തിൽ ഓസ്ട്രിയയിൽ 3 ദിവസത്തെ ദുഃഖാചരണം. തെക്കൻ നഗരമായ ഗ്രാസിൽ 21കാരൻ കൊല ചെയ്തത് ഹൈസ്കൂളിലെ 9 വിദ്യാർത്ഥികളെയും ഒരു മുതിർന്ന അധ്യാപകരെയും. അക്രമിയും മരിച്ച നിലയിൽ. ഖത്തറിൽ നിന്നുള്ള വിനോദയാത്രാ സംഘം കെനിയയിൽ സഞ്ചരിച്ച ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ മരിച്ചവരിൽ 3 വനിതകളും 2 കുട്ടികളും ഉൾപ്പെടെ 5 മലയാളികൾ. മരിച്ചത് പാലക്കാട്, തൃശൂർ, തിരുവല്ല സ്വദേശികൾ. വടക്ക് പടിഞ്ഞാറൻ യൂറോപ്പിൽ ഇത് വരണ്ട വസന്തം. ആഗോളതലത്തിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും ചൂടേറിയ 2ാമത്തെ മെയ് മാസമാണ് കടന്നുപോയതെന്ന് മുന്നറിയിപ്പ് നൽകി കോപ്പർനിക്കസ് ക്ലൈമറ്റ് ചേഞ്ച് സർവീസ്. പൊള്ളുന്ന ചൂടിൽ പുറംജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ആശ്വാസം പകർന്ന UAEയും സൗദിയും ബഹ്റിനും ഈ മാസം 15 മുതൽ ഉച്ചവിശ്രമം ആരംഭിക്കും. കോഴിക്കോട് മുങ്ങിയ എൽസ 3 കപ്പലിന്റെ ഉടമയായ MSC കമ്പനി വിഴിഞ്ഞം തുറമുഖ നടത്തിപ്പുകാരായ അദാനി ഗ്രൂപ്പിന്റെ മുഖ്യ വ്യാപാര പങ്കാളി എന്ന് റിപ്പോർട്ട്. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.